ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സംഭവ കഥ ഇന്ന് കേൾക്കാം. റോബർട്ട് ഫുൾട്ടൺ ആണ് ആദ്യമായി സ്റ്റീം ബോട്ട് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഹഡ്സൺ നദിയിൽ ഇത് പ്രവർത്തിപ്പിക്കുവാൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അത്ഭുതം കാണുവാൻ അനേകർ ആ നദീതീരത്ത് വന്നുകൂടിയവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, എന്തായാലും ഇതൊരിക്കലും ചലിക്കാൻ പോകുന്നില്ല, നോക്കിക്കോ. പക്ഷേ ഫുൾട്ടൺ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ കൂട്ടർ പറഞ്ഞു, ഇപ്പോൾ അത് മുന്നോട്ട് നീങ്ങി, പക്ഷേ ഇനിയും അത് നിൽക്കാൻ പോകുന്നില്ലെന്ന്. എന്താണ് ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം? ഏത് സാഹചര്യത്തിലും വിപരീതം മാത്രം കാണുന്ന ചിലരുണ്ട്. എന്നാൽ ശുഭാപ്തി വിശ്വാസികൾ എവിടെയും നന്മയുടെ വശം മാത്രം കാണും. കൗമാരപ്രായത്തിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആൻഡ്രൂ കാർണഗി പല തൊഴിലുകളൊക്കെ ചെയ്ത് മുന്നേറി ഒടുവിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഉരുക്ക് വ്യാപാരിയും കോടീശ്വരനുമായി തീർന്ന വ്യക്തിയാണ്. അനേകം ആളുകളായി ബന്ധപ്പെടുവാനും അവരുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ചെടുക്കുവാൻ സാധിച്ച അദ്ദേഹത്തോട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വർണം ഖനനം ചെയ്യുന്ന പോലെയാണ് ഞാൻ ജനങ്ങളോട് ഇടപെടുന്നതെന്ന്. ഒരു ഔൺസ് സ്വർണം കണ്ടെത്തുവാൻ എത്ര ടൺ മണ്ണും കല്ലും ചെളിയും കുഴിച്ചു മാറ്റണമെന്നറിയാമോ? എന്നാൽ സ്വർണം കണ്ടെത്തുവാൻ ഖനനം ചെയ്യുന്ന നിങ്ങൾ മണ്ണും കല്ലും ഒന്നുമല്ല നോക്കേണ്ടത്, അതിൽ പൂണ്ട് കിടക്കുന്ന സ്വർണ്ണത്തരികളെയാണ്. മറ്റുള്ളവരുമായി ഇടപെടുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അവരിലുള്ള നന്മയെ മാത്രം കാണുവാൻ ശ്രദ്ധിക്കുന്നവർക്ക് സൗഹൃദം വർദ്ധിക്കും. മണ്ണിനും ചെളിക്കും അടിയിലുള്ള സ്വർണം കണ്ടെത്തുന്നതിനാകട്ടെ നമ്മുടെ ശ്രമം. മറ്റുള്ളവരിലുള്ള കുറവുകളും വീഴ്ചകളുമാണ് നാം നോക്കുന്നതെങ്കിൽ അവയേറെ നാം കണ്ടെന്നു വരും. എന്നാൽ ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തിയിലും സർഗാത്മകമായ പലതും ഉണ്ടായിരിക്കും എന്നുള്ളത് മറക്കരുത്. അത് കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം. ഇന്ന് പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ പോരായ്മകളെപ്പറ്റി കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴും അവരത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് ആ കുട്ടിയിൽ ദോഷഫലമാണ് വരുത്തുന്നതെന്ന് ഉള്ളത് മറക്കരുത്. നേരെ മറിച്ച് അവരുടെ നല്ല വശങ്ങളെ അംഗീകരിച്ച് അവയെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾ കഴിവുള്ളവരായി വളർന്നു വരും. തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുകയും ചെയ്താൽ മതിയല്ലോ. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ചിന്തകൾക്കും മനോഭാവങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഹൃദയ നൈർമല്യമുള്ളവർക്കേ അന്യരുടെ നന്മ കണ്ടെത്തുവാൻ കഴിയൂ. നമ്മുടെ ശത്രുക്കൾ പോലും നന്മ കണ്ടാൽ അവരെ അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ സാഹചര്യത്തിലും നന്മ കാണുന്നവരും നന്മ പുലരുവാൻ കാംക്ഷിക്കുന്നവരുമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.